കാസർഗോഡ് മഞ്ചേശ്വരം തുമ്മിനാട് പിതാവ് മകളെ വെട്ടിക്കൊന്നു. 18 വയസ്സുകാരി മറിയം ജുമേലിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവ് ഉമ്മർ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷഫീഖ് നസറുള്ള ചേരുന്നുണ്ട്. ഷഫീഖ്, എന്തിനായിരുന്നു അക്രമം? മഞ്ചേശ്വരം തുമ്മിനാട്ടിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. മകളെ അച്ഛൻ വെട്ടി കൊലപ്പെടുത്തി. 18 വയസ്സുകാരിയായ ജുമേലിയാണ് അക്രമത്തിന് ഇരയായത്. ഈ സംഭവം കണ്ട ആളുകളിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. എന്താണ് ഇത്തരം ഒരു പ്രകോപനത്തിന് കാരണം എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടില്ല. പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് സാക്ഷിയായ ആളുകളിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അച്ഛൻ തന്നെ മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആ ഞെട്ടലിലാണ് തുമിഴ്നാട് ഉള്ളത്. തുമിഴ്നാട്ടിൽ ആ സംഭവം നടന്ന സ്ഥലത്ത് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയം മുൻപാണ് ഇത്തരം ഒരു സംഭവം നടന്നത്. മയക്കുമരുന്നിന് അടിമയാണ് ഈ പിതാവ് എന്നാണ് മനസ്സിലാവുന്നത്. മകളെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് എന്നും വിവരമുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് 18 വയസ്സുകാരി അവിടെ എത്തിയ ഉടൻ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഉണ്ടായ പ്രത്യേക എന്താണ് പ്രകോപനം എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നു. നേരത്തെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് ലഹരിയിലായിരുന്നോ ആക്രമണം? പിതാവ് സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് ആ പരിസരവാസികളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ പ്രതി ഉള്ളത്. ഇന്ന് ഈ സമയത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണമില്ല. പോലീസിൽ നിന്ന് അത്തരം ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇന്നുണ്ടായ പ്രകോപനം എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ആണ്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി മാത്രമേ അത് പുറത്തു വരൂ എന്നാണ് പോലീസ് നമുക്ക് ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് സാക്ഷികളായ ആളുകളുണ്ട്. അവരിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. സ്ഥിരമായി ഈ മകളെ പിതാവ് ആക്രമിക്കുന്നു, മർദ്ദിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ ഈ സംഭവം നടക്കുമ്പോൾ മൂപ്പർ ലഹരിയിലാണോ ഈ പ്രതി ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത പോലീസിന് ലഭ്യമായിട്ടില്ല. അതിനുള്ള സാധ്യതയാണ് പരിസരവാസികൾ പറയുന്നത്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായ ചോദ്യം ചെയ്യൽ ആണ് ഇപ്പോൾ പ്രതിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് സാക്ഷികളായവരെയും മറ്റ് പരിസരത്തുള്ള ആളുകളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്.